ഹായ് ഹലോ, നമുക്കൊരു കടായ റെസിപ്പി നോക്കിയാലോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. അതിനായി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു കടായി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൈ ചെയ്യുമ്പോൾ അധികം ഡ്രൈ ആക്കി ഫ്രൈ ചെയ്യേണ്ട, ഒരു മീഡിയം സൈസ് ഫ്രൈ മതി. ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കടായിക്കായിട്ടുള്ള മസാലയും ഉണ്ടാക്കാൻ പോകുന്നത്. മസാലയ്ക്ക് ആവശ്യമായ 3 വലിയുള്ളി, പച്ചമുളക്, 2 തക്കാളി, മല്ലിച്ചപ്പ്, കറിവേപ്പില, ക്യാപ്സിക്കം എന്നിവ നമുക്ക് ചെറുതായിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം ക്യൂബായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഫ്രൈ ചെയ്ത് മാറ്റിയ എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് നന്നായി വഴറ്റി അല്പസമയം മൂടി വെച്ച് വേവിക്കാം. ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തും നന്നായി ഇളക്കി യോജിപ്പിക്കാം. അല്പസമയം കൂടെ നമുക്ക് ഉള്ളി വാടാനായിട്ട് മൂടി വെക്കാം. ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ക്യൂബായി കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയുടെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് എരിവിനാവശ്യമായ പച്ചമുളകും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ഇളക്കി അല്പസമയം മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. വെന്ത് വന്ന മസാലയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, വലിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് മസാലയുടെ പച്ചച്ചുവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളെല്ലാം ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ മസാലയിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കവും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം അവസാനം ചേർത്താൽ മതി. പെട്ടെന്ന് വേവുന്ന സാധനമായതുകൊണ്ട് ക്യാപ്സിക്കം നമുക്ക് അവസാനം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയ ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഈ മസാലയിലേക്ക് നമുക്ക് ആവശ്യമായ തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്നും കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ കടായി അല്പസമയം മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. എനിക്ക് ഗ്രേവിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അല്പം കൂടെ ചേർത്തു. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് അല്പം മുമ്പായിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വൈറ്റ് എള്ളുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്.